ലോകോത്തര സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാളണ്ട് എന്ന സൂപ്പർ ഫിനിഷറും നേർക്കുനേർ വന്നൊരു പോരാട്ടം. ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസും നോർവേയും നേർക്കുനേർ വന്നപ്പോൾ ആരാധകർ കാത്തിരുന്നത് ഈ മുഖാമുഖത്തിനായിരുന്നു. എന്നാൽ ഹാളണ്ട് കളിക്കളത്തിലിറങ്ങാതെ മാറി നിന്നപ്പോൾ, എംബാപ്പയുടെ ബൂട്ടുകൾ ശബ്ദിക്കാതിരുന്നപ്പോൾ വിസ്മയം കാണിച്ചത് മറ്റൊരാളായിരുന്നു, ഒസ്മാൻ ഡെംബലെ. 7-ാം മിനിറ്റിൽ തുടങ്ങിയ നോർവേക്കെതിരെയുള്ള ഗോൾ വേട്ട 32-ാം മിനിറ്റിൽ തന്നെ ഹാട്രിക് പൂർത്തിയാക്കി. അമേരിക്കയിലെത്തുമ്പോൾ ലോകകപ്പും ചാമ്പ്യൻസ് ലീഗും ബാലൻഡിയോറും സ്വന്തമാക്കിയ താരമായിരുന്നു ഈ 29-കാരൻ. എന്നാൽ ഈ ലോകകപ്പ് വരെ ഒരൊറ്റ ലോകകപ്പ് ഗോളും താരത്തിന്റെ പേരിൽ ഇല്ലായിരുന്നു. ഇപ്പോഴിതാ ഗ്രൂപ്പ് റൗണ്ട് തീരുമ്പോൾ എണ്ണം പറഞ്ഞ 4 ഗോളുകൾ. ലോകകപ്പിൽ കിക്ക് ഓഫിന് പിന്നാലെ കുറിക്കപ്പെടുന്ന ഏറ്റവും വേഗമേറിയ 2ാമത്തെ ഹാട്രിക്. അതാണ് ഡെംബലെ ഇന്ന് നേടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ പകുതിയിൽ ഒരു ഹാട്രിക് പിറക്കാൻ വേണ്ടിയുള്ള നീണ്ട 32 വർഷത്തെ കാത്തിരിപ്പാണ് ഫ്രാൻസ് നോർവേ മത്സരത്തോടെ അവസാനിച്ചത്. 1994 ലോകകപ്പിൽ കാമറൂണിനെതിരെ റഷ്യയുടെ ഒലേഗ് സാലെങ്കോ ആദ്യ പകുതിയിൽ 3 ഗോളുകൾ നേടിയ ശേഷം ഇതാദ്യമായാണ്. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ 2ാമത്തെ ഹാട്രിക് കളി തുടങ്ങി വെറും 32 മിനിറ്റിനുള്ളിലാണ് ഡെംബലെ പൂർത്തിയാക്കിയത്. 1954 ടൂർണമെന്റിൽ ചെക്കോസ്ലോവാക്യക്കെതിരെ 24 മിനിറ്റിനുള്ളിൽ ഹാട്രിക് തികച്ച ഓസ്ട്രിയയുടെ എറിക് പ്രോപ്സ്റ്റ് മാത്രമാണ് ഡെംബലേക്ക് മുന്നിലുള്ളത്. മത്സരത്തിന് വിസിൽ വീഴുന്നതിന് മുൻപേ തോൽവി സമ്മതിച്ചാണ് നോർവേ തുടങ്ങിയത്. എർലിംഗ് ഹാളണ്ടും ഒഡേഗാർഡും ഉൾപ്പെടെ വമ്പന്മാരെ എല്ലാം ബെഞ്ചിലിരുത്തി കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് 10 മാറ്റവുമായാണ് നോർവേ സ്റ്റാർട്ട് ചെയ്തത്. കളി തുടങ്ങി അധികം വൈകാതെ തന്നെ ഫ്രാൻസ് ആധിപത്യം സ്ഥാപിച്ചു. മത്സരത്തിന്റെ 7-ാം മിനിറ്റിൽ നോർവേ വല കുലുങ്ങി. കിലിയൻ എംബാപ്പെ നൽകിയ മനോഹരമായ ഒരു ലോങ് റേഞ്ച് ഡയഗണൽ പാസ് വലതുവിങ്ങിലേക്ക് ഡെംബലയെ ലക്ഷ്യമാക്കിയെത്തി. പന്ത് സ്വീകരിച്ച ഡെംബലെ തന്നെ മാർക്ക് ചെയ്ത പ്രതിരോധ താരത്തെ പെട്ടെന്നുള്ള നീക്കത്തിലൂടെ വെട്ടിച്ചു മുന്നേറി. ബോക്സിനുള്ളിലേക്ക് കടന്ന് നോർവീജിയൻ ഗോൾ കീപ്പറെ കീഴ്പ്പെടുത്തി ഫ്രാൻസിന് ആദ്യ ലീഡ് സമ്മാനിച്ചു. 20-ാം മിനിറ്റിലായിരുന്നു 2ാമത്തെ ഗോൾ. ആ ഗോളിന്റെയും തുടക്കം എംബാപ്പയുടെ നീക്കത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഫ്രഞ്ച് ക്യാപ്റ്റൻ നൽകിയ പാസ് വീണ്ടും വലതുവശത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് കൃത്യമായി ഡെംബലെക്ക് ലഭിച്ചു. പന്ത് സ്വീകരിച്ച താരം വളരെ അനായാസമായി ഇടം കാലിൽ സ്കോർ ചെയ്തു. കളിയുടെ 32-ാം മിനിറ്റിൽ ഡെംബലെ തന്റെ ചരിത്രപരമായ ഹാട്രിക് പൂർത്തിയാക്കി. വലതുഭാഗത്ത് നിന്നും ബോക്സിനുള്ളിലേക്ക് കട്ടിൻ ചെയ്ത് കയറിയ അദ്ദേഹം 2ാം ഗോളിന്റെ റീപ്ലേ എന്ന വണ്ണം പന്ത് പോസ്റ്റിലേക്ക് കയറ്റി. 26 മിനിറ്റുകൾക്കിടയിൽ 3 ഗോളുകൾ. ഗ്രൂപ്പ് ഐയിൽ 3ാം ജയവും 9 പോയിന്റുമായി ഫ്രാൻസ് ഗ്രൂപ്പ് ജേതാക്കളായി നോക്കൌട്ടിലേക്ക് കടന്നു. നോർവേക്കെതിരായ മത്സരത്തിനിറങ്ങുമ്പോൾ 1 ഗോൾ മാത്രം അക്കൗണ്ടിലുണ്ടായിരുന്ന ഡെംബലെ ഈ 3 ഗോളുകളോടെ ആകെ ഗോൾ നേട്ടം 4 ആക്കി ഉയർത്തി. സഹതാരം കിലിയൻ എംബാപ്പെ, ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയർ, നോർവേയുടെ എർലിംഗ് ഹാളണ്ട് എന്നിവർക്കൊപ്പമാണ് ഇപ്പോൾ ഗോൾ വേട്ടയിൽ ഡെംബലെ 4 ഗോളുകളോടെ ഒപ്പമെത്തി. ഇനിയുള്ളത് നോക്കൌട്ട് പോരാട്ടമാണ്. ഐ ഗ്രൂപ്പ് ജേതാക്കളായ ഫ്രാൻസിന് നിലവിലെ സമവാക്യമനുസരിച്ച് ഗ്രൂപ്പ് എഫിലെ 3ാം സ്ഥാനക്കാരായ സ്വീഡനാണ് റൗണ്ട് ഓഫ് 32-ന്റെ എതിരാളി. ലോകകപ്പിന്റെ കലാശ പോരാട്ടം നടക്കുന്ന മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ജയിച്ചാൽ പ്രീ ക്വാർട്ടറിൽ ജർമ്മനി ഫ്രാൻസ് പോരിനും അരങ്ങൊരുങ്ങും.